അമ്മേ ഞാൻ ജംഗ്ഷനിൽ വരെ ഒന്ന് പോയിട്ട് വരാമേ. ഇത് എന്തുവാടാ ഇത്? ഇത് എന്തൊരു കോലാ ഇത്? ആ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിക്കളയടാ. മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് മനുഷ്യക്കോലത്തിൽ നടക്ക്. ആരെങ്കിലും കണ്ടാ എന്തു പറയും? എന്റെ തലേ മുടി ഇരിക്കും, എന്റെ മുഖത്ത് താടി ഇരിക്കും. അതിന് ആർക്കാ എത്ര കുഴപ്പം? നാട്ടുകാർക്കാണോ കുഴപ്പം, അത് അമ്മയ്ക്കാണോ കുഴപ്പം? അമ്മ നാട്ടുകാരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഇരിക്കുവാന്നോ? 36 വയസ്സായി എനിക്ക്. ഇനിയെങ്കിലും എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണം. നാട്ടുകാരുടെ അഭിപ്രായത്തിന് ജീവിക്കാൻ എനിക്കിനി സൗകര്യമില്ല. ഞാൻ മെലിഞ്ഞിരുന്നപ്പോ ഈ തെണ്ടികൾ പറഞ്ഞ് ഞാൻ മെലിഞ്ഞ് ഉണക്കക്കമ്പ് പോലെ ഇരിക്കുവാന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി വണ്ണം വച്ചപ്പോഴത്തേന് ഈ തെണ്ടികൾ പറഞ്ഞ് എനിക്ക് വണ്ണം കൂടുതലാണ്. എനിക്ക് ഇച്ചിരി വയറായപ്പോ അവന്മാർ പറഞ്ഞത് എനിക്ക് വയറ് കൂടുതലാണ്. ഞാൻ മുടി വളർത്തുമ്പോൾ അവന്മാർക്ക് അത് കുറ്റം, താടി വളർത്തുമ്പോൾ അത് കുറ്റം. ഞാൻ പെണ്ണ് കെട്ടാതെ നടന്നപ്പോൾ അവന്മാർക്ക് പെണ്ണ് കെട്ടുന്നില്ലെന്നായിരുന്നു. പെണ്ണ് കെട്ടിയപ്പോ പിന്നെ കൊച്ചായില്ലോ എന്നായിരുന്നു ചോദ്യം. കൊച്ചായപ്പോ പിന്നെ കൊച്ചിനെ എവിടെ പഠിപ്പിക്കുന്നതെന്നുള്ള ചോദ്യമായി. എനിക്ക് ഇനി യവന്മാരുടെ സൗകര്യത്തിന് ജീവിക്കാൻ സൗകര്യമില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. അമ്മയുടെ കാര്യം നോക്കി ഇവിടെ കാണാൻ ഇരിക്കാൻ നോക്ക്. എനിക്ക് അമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളായിരിക്കും. ഇനി പറഞ്ഞ കേട്ടല്ലോ. എന്തോന്നോടാ നീ ആലോചിച്ചോണ്ട് നിക്കുന്നത്? തിരിച്ചു വരുമ്പം മുടിയും താടിയും വെട്ടാതെ നീ ഈ കോമ്പൗണ്ടിൽ കയറിയേക്കരുത്. മുടിയും താടിയും വെട്ടണമെന്നോ? തിരിച്ചു വരുമ്പോ വെട്ടിട്ട് വരാം.